എക്സ്മെനിലെ ഏറ്റവും ശക്തരായ മ്യൂട്ടൻസിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ആ ലിസ്റ്റിൽ തീർച്ചയായും ഉണ്ടാകുന്ന പേരാണ് സ്റ്റോം. പക്ഷേ സ്റ്റോം വെറും കാലാവസ്ഥ നിയന്ത്രിക്കുന്ന ഒരു മ്യൂട്ടന്റ് മാത്രമല്ല, മാർവൽ യൂണിവേഴ്സിലെ ഏറ്റവും പവർഫുൾ ഒമേഗ ലെവൽ മ്യൂട്ടന്റിൽ ഒരാളാണ് അവൾ. സ്റ്റോം അതായത് ഒറോറ മുൺറോയെ അമേരിക്കൻ ഫോട്ടോ ജേർണലിസ്റ്റായ ഡേവിഡ് മുൺറോയുടെ ആഫ്രിക്കൻ രാജകുടുംബത്തിൽപ്പെട്ട എൻഡാരയുടെ മകളായി ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ സ്റ്റോമിന് തന്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. ഈജിപ്തിലെ കെയോറയിൽ ഒരു അപകടത്തിൽ അവളുടെ മാതാപിതാക്കൾ മരിക്കുകയും അവൾ അനാഥയാകുകയും ചെയ്തു. അതിനുശേഷം സ്റ്റോം തെരുവിൽ ജീവിക്കാൻ തുടങ്ങി. ആ സമയത്താണ് അവൾക്ക് തന്റെ മ്യൂട്ടൻ പവേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അവൾക്ക് കാലാവസ്ഥ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. പിന്നീട് അവൾ ആഫ്രിക്കയിലെ കെന്യയിലെത്തി. അവിടെ താമസിച്ചിരുന്ന ആളുകൾ അവളെ ഒരു ദേവതയായിട്ടാണ് കണ്ടിരുന്നത്. കാരണം സ്റ്റോമിന് മഴ പെയ്ക്കാനും കൊടുങ്കാറ്റുണ്ടാക്കാനും മിന്നൽ നിയന്ത്രിക്കാനും കഴിയുമായിരുന്നു. അവിടെ വെച്ചാണ് ചാൾസ് സേവിയർ അവളെ കണ്ടെത്തി എക്സ്മെൻ ടീമിൽ ചേർക്കുന്നത്. സ്റ്റോമിന്റെ പ്രധാന ശക്തി വെതർ മാനിപ്പുലേഷൻ ആണ്. പക്ഷേ അത് കേൾക്കുമ്പോൾ തോന്നുന്നതിലും വളരെ ശക്തമാണ്. മിന്നൽ നിയന്ത്രിക്കാൻ കഴിയും. ചുഴലിക്കാറ്റുകൾ സൃഷ്ടിക്കാനും മഴ, മഞ്ഞ്, ഇടിമിന്നൽ എന്നിവ നിയന്ത്രിക്കാനും വായുമർദ്ദം മാറ്റാനും കഴിയും. അന്തരീക്ഷ താപനില നിയന്ത്രിക്കാനും പറക്കാനും കഴിയും. സ്പേസിലും കോസ്മിക് സ്റ്റോം നിയന്ത്രിക്കാൻ കഴിയും. ചില കോമിക്സിൽ സ്റ്റോം മുഴുവൻ ഗ്രഹങ്ങളുടെ കാലാവസ്ഥ പോലും മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പലരും സ്റ്റോമിനെ ഒമേഗ ലെവൽ മ്യൂട്ടന്റായി കണക്കാക്കപ്പെടുന്നത്. പക്ഷേ സ്റ്റോമിന് ചില വീക്ക്നെസ്സുകളുണ്ട്. ഒന്നാമതായി അവളുടെ പവേഴ്സ് ഉപയോഗിക്കാൻ കോൺസെൻട്രേഷൻ ആവശ്യമാണ്. അവളുടെ മനസ്സിനെ ബാധിച്ചാൽ പവേഴ്സ് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാകും. രണ്ടാമതായി ചിലപ്പോൾ അമിതമായ ഇമോഷൻ അവളുടെ പവേഴ്സിനെ ബാധിക്കും. മൂന്നാമതായി സ്റ്റോം മനുഷ്യ ശരീരമുള്ള ഒരാളാണ്. അതിനാൽ പവേഴ്സ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ആക്രമിക്കപ്പെട്ടാൽ അവൾക്ക് പരിക്കേൽക്കാം. ഇനി നമുക്ക് സ്റ്റോമിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നോക്കിയാൽ മാർവൽ കോമിക്സിൽ സ്റ്റോം പലപ്പോഴും തോറിനോടും സ്കാർലറ്റ് വിച്ചിനോടും പോലും താരതമ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഫുൾ പവേഴ്സിലെത്തിയാൽ സ്റ്റോം മാർവൽ യൂണിവേഴ്സിലെ ഏറ്റവും ഡേഞ്ചറസ് മ്യൂട്ടൻസിൽ ഒരാളായി മാറും. ഇനി നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ ഫുൾ ഫോം പവറിലിരിക്കുന്ന സ്റ്റോമും അതേപോലെ നമ്മുടെ സ്കാർലറ്റ് വിച്ചും തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ആരാണ് ജയിക്കുക?